ലാസ് വേഗാസിലെ നിയുക്ത യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഹോട്ടലിന് പുറത്ത് ടെസ്ല സൈബർ ട്രക്ക് പൊട്ടിത്തെറിച്ച് ഒരാൾ കൊല്ലപ്പെട്ടു. വിവരങ്ങളുമായി മനു ഭരത് ചേരുന്നു. മനു, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അശ്വതി, ഈ ട്രക്ക് ഹോട്ടലിന് മുന്നിൽ പാർക്ക് ചെയ്ത ഒരു സാഹചര്യമായിരുന്നു. പിന്നീടാണ് ഇത് പൊട്ടിത്തെറിച്ചത്. ഒരാൾ കൊല്ലപ്പെട്ടിരിക്കുന്നു. പിന്നെ പുക ശ്വസിച്ച് 7 പേർക്ക് ശാരീരിക അസ്വസ്ഥം അനുഭവപ്പെട്ടിട്ടുണ്ട്. ഇത് ഒരു സ്ഫോടക വസ്തു എന്താണ് എന്നതിനെ സംബന്ധിച്ചുള്ള പരിശോധനകൾ തുടരുകയാണ്. ഇത്തരത്തിൽ വാഹനം എങ്ങനെ അവിടെ എത്തി എന്നതിനെ സംബന്ധിച്ചുള്ള അന്വേഷണം അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. ടെസ്ല സിഇഒ ഈ വാഹനത്തിൻ്റെ യാത്രാമാർഗം ഒക്കെ സംബന്ധിച്ച വിവരങ്ങൾ നൽകിയിട്ടുണ്ട്. കാരണം ഇത് വാഹനം നേരത്തെ എവിടുന്ന് വന്നു, 7:30 ഈ ലാസ് വെഗാസിൽ ഇതെങ്ങനെ എത്തി, അതിനു മുമ്പ് ഈ ട്രംപ് ഇന്റർനാഷണൽ ഹോട്ടലിൽ എത്തുന്നതിന് മുമ്പ് എങ്ങനെയാണ് അത് യാത്ര ചെയ്തത് എന്നതിനെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ അന്വേഷണ സംഘത്തിന് കിട്ടിയിട്ടുണ്ട്. മാത്രമല്ല, ഇത് അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ, CCTV ദൃശ്യങ്ങളും അന്വേഷണത്തിൽ നിർണായകമാണ്. പക്ഷേ ഇത് വാഹനത്തിൻ്റെ എന്തെങ്കിലും തകരാറ് കൊണ്ടല്ല പൊട്ടിത്തെറിച്ചത് എന്ന് വാഹനത്തിൻ്റെ ടെസ്ല കമ്പനിയും അതുപോലെ എലോൺ മസ്കും ഒക്കെ വ്യക്തമാക്കുന്നു. അത് വാഹനത്തിന് അകത്തുള്ള സ്ഫോടക വസ്തുവാണ് ഈ സ്ഫോടനത്തിന് കാരണമായത് എന്ന് വ്യക്തമാക്കുന്നത്. ഏതായാലും ഇത് സംബന്ധിച്ചുള്ള വിശദമായ ഒരു അന്വേഷണം പുരോഗമിക്കുകയാണ്. ഈ പുതുവത്സര ആഘോഷവുമായി ബന്ധപ്പെട്ടുള്ള പടക്കങ്ങൾ ആണോ ഇതിനകത്ത് പൊട്ടിത്തെറിച്ചെന്ന സംശയവും നിലനിൽക്കുന്നുണ്ട്. ശരി മനു, ഈ യുഎസിലെ ന്യൂ ഓർലിയൻസിൽ വാഹനം ജനക്കൂട്ടത്തിലേക്ക് ഇടിച്ചു കയറ്റിയ സംഭവമുണ്ടല്ലോ, അതിൽ മരണസംഖ്യ 15 ഉയർന്നു എന്നറിയുന്നു. അതിന്റെ വിശദാംശങ്ങൾ കൂടി. അത് പുതുവത്സര ആഘോഷങ്ങൾക്കിടയിലാണ് ഈ ട്രക്ക് ആൾക്കൂട്ടത്തിന് നേരെ ഇടിച്ച് കയറ്റിയത്. ആ സംഭവത്തിൽ 10 പേരുടെ മരണം നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇപ്പോൾ അപകടാവസ്ഥയിലായ 5 പേർ കൂടി മരണമടഞ്ഞിരിക്കുന്നതായി വിവരം വരുന്നു. 35 പേർ ആശുപത്രിയിൽ തുടരുകയാണ്. ഇത് പുതുവത്സര ആഘോഷം നടക്കുന്ന ഘട്ടത്തിലാണ് ഈ ബോർബൺ സ്ട്രീറ്റിൽ ഇത്തരത്തിൽ ഒരു ട്രക്ക് ഇടിച്ചു കയറ്റിയത്. ഈ വാഹനത്തിൽ IS-ന്റെ പതാക കണ്ടെത്തിയതായി FBI അധികൃതർ വ്യക്തമാക്കുന്നു. അതുകൊണ്ട് ഇത് തീവ്രവാദ ബന്ധമുണ്ട് എന്ന സംശയം അതോടുകൂടി ബലപ്പെട്ടു. ആ നിലയ്ക്കുള്ള അന്വേഷണം നടക്കുകയാണ്. 42-കാരനായ ഒരു ടെക്സസ് സ്വദേശിയാണ് ഇതിന് പിന്നിൽ എന്ന് വ്യക്തമായിട്ടുണ്ട്. ഇയാളെ സംബന്ധിച്ചുള്ള അന്വേഷണങ്ങൾ നടക്കുന്നത്. പക്ഷേ ഇയാൾ മാത്രമാണ് ഇതിൽ ഏക ഉത്തരവാദി എന്ന് കരുതുന്നില്ല എന്നാണ് FBI പറയുന്നത്. സ്വാഭാവികമായും മറ്റ് ആളുകളുടെ പങ്കാളിത്തത്തെ അന്വേഷണം കൂടുതൽ വിവരങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. മനു